മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അമിത കൂലി ആവശ്യപ്പെടുന്നത് ചെറുകിട കരാറുകാരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. നിശ്ചയിക്കപ്പെട്ട കൂലി നിരക്കുകൾ നടപ്പിലാക്കാനും കൂലി ഏകീകരിക്കാനും പഞ്ചായത്തുകൾ മുൻകൈ എടുക്കണമെന്നതാണ് അസോസിയേഷന്റെ ആവശ്യം. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. കെട്ടിട നിർമ്മാണ മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അമിത കൂലി ആവശ്യപ്പെടുന്നത് മൂലം നിർമ്മാണ മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. ഈ വിഷയത്തിൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘർഷം നിലനിൽക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. 1000 മുകളിൽ 1600 വരെ കൂലി നൽകിയാൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന കടുത്ത നിലപാടിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ സംഘടിച്ചു നിൽക്കുമ്പോൾ മാസങ്ങൾക്ക് മുൻപ് കരാർ എടുത്ത ചെറുകിട കരാറുകാർ കനത്ത നഷ്ടം നേരിടുമെന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. ഒരു ദിവസത്തേക്ക് മാത്രമായി ജോലിക്ക് വിളിക്കുന്നവർക്ക് അവർ പറയുന്ന കൂലി നൽകുന്നത് കണക്കാക്കി നിർമ്മാണ മേഖലയിൽ ദിവസവും പണിയുന്നവർക്ക് വലിയ കൂലി കൊടുക്കാൻ സാധിക്കുകയില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു. അതിനാൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്ത് ഭരണസമിതികളും മുൻകൈയെടുത്ത് ലേബർ ഓഫീസ് നിശ്ചയിച്ച കൂലി നൽകുവാൻ ബോധവൽക്കരണം നടത്തണമെന്നും കൂലി നിരക്കുകൾ ഏകീകരിച്ച് നടപ്പിലാക്കണമെന്നും CWSA ഭാരവാഹികളായ SK വിജയൻ, MB ഗോപൻ, പുരുഷൻ കക്കാട് എന്നിവർ പറഞ്ഞു. 1400 1600 ഒക്കെയാണ്. 1000 രൂപയാണ് മിനിമം ഇപ്പോൾ ഇന്ന് ഒരു ഹെൽപ്പർക്ക് കൊടുക്കേണ്ട സ്ഥിതിയുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിലെ ഹെൽപ്പർക്ക് 1200 രൂപയാണ് അവർ ബാർഗൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. മുഴുവൻ നമ്മളാരും ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ശത്രുക്കളായിട്ടല്ല കാണുന്നത്. അവരുടെ വരവ് കൊണ്ട് കേരളത്തിലെ കൺസ്ട്രക്ഷൻ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. പക്ഷെ ഇവര് വാട്സാപ്പിലുള്ള വലിയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇതാണ് കൂലി. ഇപ്പോ SIR-മായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും നാട്ടിൽ പോയതുകൊണ്ട് അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടുത്തെ കൂലി സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. ഹ്യൂമൻ ബേസിൽ ഓൺ സ്ട്രൈക്ക്. ബേസിൽ കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. Oh, that's a 6. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Last ball 6 runs. Is that a 6? Yes, it's a 6. Yeah. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്.